ഹലോ, എല്ലാവർക്കും ചാരു എസ് പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് പാലക്കാട് ജില്ലയിലെ കൽമണ്ഡപത്താണ് കേട്ടോ. ജയാർ എന്ന് പറയുന്ന ഒരു കാറിൻ്റെ AC സർവീസ് സെൻറ്ററിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. പാലക്കാട് AC ജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക കാർ ഉടമകൾക്കും അറിയും കേട്ടോ. കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു സ്ഥാപനം കൂടിയാണ് കേട്ടോ ഇത്. എനിക്ക് ഏകദേശം ഒരു 15 കൊല്ലമായിട്ട് അറിയുന്നതാണ് ഈ ഒരു സ്ഥാപനത്തിനെക്കുറിച്ച്. ഇദ്ദേഹം നല്ല കാറുകളുടെ എല്ലാ മോഡലായിട്ടുള്ള കമ്പനികളുടെയും സർവീസ് ഇവിടെ വളരെ വൃത്തിയോടുകൂടി ചെയ്തു കൊടുക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നല്ല എക്സ്പീരിയൻസിനും ഇദ്ദേഹത്തിന് ഉണ്ട് കേട്ടോ. നമ്മുടെ ബൈക്കിലുള്ള കംപ്ലൈൻറ്റ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയായിട്ട് AC കൂളിംഗ് തീരെയില്ല. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അത് നോക്കുന്ന അപ്പോൾ നമ്മുടെ വണ്ടി ചെക്ക് ചെയ്യാനായിട്ട് ചെറിയൊരു പയ്യനെ വന്ന് അവനെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല വർക്കറാണ് എന്നുള്ളത്. നല്ല ചുറുചുറുപ്പുള്ള ചെറിയൊരു പയ്യനാണ്. അപ്പോൾ ആൾ വന്ന് അതിൻ്റെ AC ഗ്യാസ് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ചെക്ക് ചെയ്യുന്ന സമയത്തിൽ അവൻ പറഞ്ഞ പോലെ AC ഗ്യാസ് തീരെ ഇല്ല, അപ്പോൾ അത് ഒരു ബോട്ടിൽ കയറ്റേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ആ ഒരു ബോട്ടിൽ AC ഗ്യാസ് ഒന്ന് കയറ്റാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ ഒരു AC ബോട്ടിൽ ബൈക്കിൽ വെച്ച് കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ACയുടെ ബ്ലോവറിൽ ഒരു ഫിൽറ്റർ വരുന്നുണ്ട് ACയുടെ, അതും കൂടി അടവ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടി അഴിച്ചു നോക്കുന്ന സമയത്ത് ഇത് മൊത്തം ബ്ലോക്കായി കിടക്കുക കേട്ടോ. അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് മാറ്റണം. അപ്പോൾ പുതിയ ഒരു AC ഫിൽറ്റർ നമ്മൾ വാങ്ങിച്ചു. ഇതിന് ഏകദേശം ഒരു 200 രൂപയാണ് വരുന്നത് കേട്ടോ. ലോക്കൽ പർച്ചേസാണ്. അതും കൂടി ഒന്ന് മാറ്റി. അപ്പോൾ നമുക്ക് AC ഗ്യാസും AC ഫിൽറ്റർ അതിൻ്റെ സർവീസ് ചാർജും കൂടിയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് 800 രൂപയാണ് കേട്ടോ. വളരെ മിതമായിട്ടുള്ള ഒരു റേറ്റ് തന്നെയാണ് അജയേട്ടൻ എടുത്തിരിക്കുന്നത്. AC ഇപ്പോൾ അത്യാവശ്യം നല്ല കൂളിംഗ് ഉണ്ട് കേട്ടോ. നമ്മൾ 1 ലിട്ടപ്പോൾ തന്നെ നല്ല കൂളിംഗ് ആയിട്ട് വരുന്നുണ്ട്. 2 ലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രാത്രി സമയങ്ങളിൽ 2 ലിട്ട് കഴിഞ്ഞ് ഇരിക്കാൻ പറ്റില്ല ഈ ഒരു തണുപ്പ് കാലങ്ങളിൽ. എന്തായാലും ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായി ഇനിയും നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.